സകല ശക്തികളുടെയും മൂലകേന്ദ്രമായ പരമശിവനും ആദിപരാശക്തിയായ പാർവതീദേവിയും കൈലാസത്തിൽ ഇരിക്കുകയായിരുന്നു. ഒരു കൗതുകത്തിനായി ശിവൻ തന്റെ കഴുത്തിലുണ്ടായിരുന്ന വാസുകി എന്ന നാഗത്തെ പാർവതിക്ക് നൽകി. വാസുകിയുടെ രൂപത്തെക്കുറിച്ച് പാർവതി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാ രൂപത്തിനും അതിന്റേതായ സൗന്ദര്യമുണ്ടെന്ന് ശിവൻ ഓർമ്മിപ്പിച്ചു. ഈ സംസാരത്തിനിടയിൽ പാർവതിയുടെ വായിൽ നിന്നും ആകസ്മികമായി അല്പം വെറ്റിലമുറുക്കിന്റെ നീർ താഴേക്ക് വീണു. ആ നീർ ശിവന്റെ ജടയിൽ കുടികൊണ്ടിരുന്ന ഗംഗാജലവുമായി കലർന്നു. ലോകപാപങ്ങൾ കഴുകുന്ന ഗംഗാജലവും ആദിപരാശക്തിയുടെ ശക്തിയും ചേർന്ന ഈ സങ്കലനം ഒരു വലിയ ഊർജ്ജപ്രവാഹമായി മാറി. ഈ ശക്തിപ്രവാഹം കൈലാസത്തിൽ നിന്ന് ഭൂമിയിലേക്ക് അതിശക്തമായി പതിച്ചു. ഭൂമിയിൽ പതിച്ച ഈ ശക്തി ഉടൻ തന്നെ 2 രൂപങ്ങളായി മാറി. ഒന്നാമത്തെ രൂപം ഒരു പന്നിയുടെ രൂപം കൈക്കൊണ്ടു. ഇതാണ് പിന്നീട് ഭക്തർക്ക് അനുഗ്രഹം നൽകുന്ന പഞ്ചുരുളിയായി മാറിയത്. രണ്ടാമത്തെ രൂപം ഉഗ്രഭാവമുള്ള ഒരു പുലിയുടെ രൂപവും കൈക്കൊണ്ടു. ഇതാണ് വടക്കൻ മലബാറിലെ പ്രസിദ്ധനായ പുലി കണ്ടാങ്കോരൻ എന്ന തെയ്യമായി മാറിയത്. ഇവർ തങ്ങളുടെ ശക്തിയുടെ അവതാരങ്ങളാണെന്ന് മനസ്സിലാക്കിയ ശിവനും പാർവതിയും ലോകരക്ഷയ്ക്കും ധർമ്മം കാക്കുന്നതിനും വേണ്ട നിർദ്ദേശങ്ങൾ അവർക്ക് നൽകി. ശിവന്റെയും പാർവതിയുടെയും അനുഗ്രഹത്തോടെ പഞ്ചുരുളിയും കണ്ടാങ്കോരനും ഭൂമിയിലേക്ക് യാത്രയായി. അവരുടെ ആദ്യത്തെ കർമ്മഭൂമി കേരളത്തിന്റെ നെല്ലറയായ കുട്ടനാട്ടിലായിരുന്നു. അവിടെ പഞ്ചുരുളി തന്റെ ശക്തിയാൽ വയലുകൾ ഉഴുതുമറിക്കുകയും മണ്ണിന് ഫലഭൂയിഷ്ഠത നൽകുകയും ചെയ്തു. കണ്ടാങ്കോരൻ നാടിന് കാവൽ നിന്നു. തുടർന്ന് അവർ മലബാറിലേക്ക് യാത്രയായി. അവിടെ എത്തിയ ശേഷം പഞ്ചുരുളി ഒരു കാവിലെ വിശുദ്ധകുളത്തിൽ ഇറങ്ങിക്കിടന്നു. പഞ്ചുരുളിയുടെ ശക്തി കാരണം കുളത്തിലെ ജലജീവികൾ നശിച്ചു പോയപ്പോൾ നാട്ടുകാരുടെ അപേക്ഷ പ്രകാരം ദേവത കുളം വിട്ട് അടുത്തുള്ള കാവുകളിലേക്ക് യാത്രയായി. ഇന്നും മലബാറിലെ പ്രധാന തെയ്യക്കോലങ്ങളാണ് പഞ്ചുരുളി തെയ്യവും കണ്ടാങ്കോരൻ തെയ്യവും. ഈ ഉഗ്രശക്തിയുള്ള തെയ്യങ്ങൾ ഭക്തർക്ക് എല്ലാ ദോഷങ്ങളിൽ നിന്നും സംരക്ഷണം നൽകുന്നു. ശിവശക്തിയുടെ ഈ ലീലാവിലാസമാണ് ഈ ദൈവീക രൂപങ്ങൾക്ക് ജന്മം നൽകിയത്.